ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന മലയാളത്തിലെ ഫാമിലി എന്റർടൈനർ സിനിമയാണല്ലോ തുടരും. ഏകദേശം 1-2 ആഴ്ചകൾക്ക് മുന്നേ തുടരുമെന്ന സിനിമയുടെ റിലീസ് ജനുവരി 30 നിന്നും മാറ്റിയതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ചർച്ചകളെല്ലാം തന്നെ ഇറങ്ങുമല്ലോ. സിനിമയെക്കുറിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് കഴിഞ്ഞത് ലാലേട്ടൻ സിനിമയുടെ ബിസിനസ് നടക്കുന്നില്ല എന്ന പേരിൽ അത് വലിയ രീതിയിൽ ആഘോഷമാക്കുന്ന സോഷ്യൽ മീഡിയയും ചില പ്രമുഖ ആരാധകരെയും നമുക്ക് കാണാനായിട്ട് ഇടയായിരുന്നു. ഇപ്പോഴത്തെ അവർക്കെല്ലാം തന്നെ കണക്കിന് സിനിമയുടെ പ്രവർത്തകർ മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ സകല ബിസിനസ്സും ഇതിനോടകം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് 2 മാസങ്ങൾക്ക് മുന്നേ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നാണ് അവസാനമായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ആര് സ്വന്തമാക്കിയെന്ന് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വന്നിരിക്കുകയാണല്ലോ. സോണി മ്യൂസിക്കിനെ പോലെ മികച്ചൊരു കമ്പനിയാണ് സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഇപ്പോഴത്തെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ OTT സാറ്റലൈറ്റ് അവകാശങ്ങളും മികച്ച തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ട വിവരം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ജിയോ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഏഷ്യാനെറ്റ് സിനിമയുടെ ടെലിവിഷൻ സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം വിദേശ രാജ്യത്ത് ആശീർവാദ് സിനിമാസും ഫാർസ് ഫിലിംസും ചേർന്നാണ് സിനിമ വിതരണം ചെയ്യുന്നതെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തിയേറ്റർ റിലീസിന് മുന്നേ തന്നെ വൻ ബിസിനസ് തുടരുമെന്ന സിനിമയുടെ പേരിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. വിമർശകർക്ക് വലിയ മറുപടി ലാലേട്ടനും ലാലേട്ടന്റെ സിനിമയും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ലാലേട്ടന്റെ പുലിമുരുകൻ എന്ന സിനിമ 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. റിലീസ് ചെയ്ത് 10 വർഷങ്ങൾ എടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ പോലും ഇപ്പോഴും ലൈം ലൈറ്റിലുള്ള ഒരു മലയാളം സിനിമയാണല്ലോ പുലിമുരുകൻ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മലയാളത്തിലെ ചില പ്രമുഖ നടന്റെ ആരാധകരാണ്. മുരുക നീ തീർന്നടാ, മുരുകന്റെ കളക്ഷൻ തീർക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞടാ എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ നമ്മൾ എല്ലാ വർഷവും കാണാറുള്ളതാണ്. ഇതിനിടയിൽ കഴിഞ്ഞ പല വർഷങ്ങളിലെ പുലിമുരുകൻ കളക്ഷൻ തള്ളാണെന്നൊക്കെ പറഞ്ഞും ഇതിനോടൊപ്പം തന്നെ പ്രമുഖ നടന്റെ ആരാധകർ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയും നാം കാണാറുള്ളതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ പുലിമുരുകന്റെ കളക്ഷൻ തള്ളാണെന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ പ്രമുഖ നടന്റെ ആരാധകർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് പോലും ഇഷ്ടമല്ലാത്ത ഒരു പ്രമുഖ ചാനലിൽ വന്ന ഒരാളുടെ അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ പറയുന്നത് പ്രകാരം പുലിമുരുകന്റെ നിർമ്മാതാവ് ഒരു കമ്പനിയിൽ ഫിനാൻസ് കമ്പനിയിൽ ഇനിയും കുറച്ചധികം ലക്ഷങ്ങൾ ലോൺ അടച്ചു തീർക്കാനുണ്ട്. അതുകൊണ്ട് പുലിമുരുകൻ എന്ന സിനിമ 100 കോടി നേടിയിട്ടില്ല, പുലിമുരുകന്റെ കളക്ഷൻ തള്ളാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പുലിമുരുകൻ 100 കോടി കളക്ഷൻ നേടിയെടുത്തോ നേടിയില്ലേ എന്നൊക്കെ 2016 സിനിമയുടെ കളക്ഷനും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ആ ഒരു വൻ തരംഗം ഉത്സവം എല്ലാം തന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ബാക്കിയുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. 150 കോടി രൂപയുടെ കളക്ഷന്റെ സെലിബ്രേഷൻ അടക്കം നടത്തിയ ടോമിച്ചൻ മുളക് പാടം പിന്നീട് അവസാന കാലത്ത് കമ്മിറ്റ് ചെയ്ത അതോടൊപ്പം തന്നെ തമിഴിൽ നിന്ന് കേരളത്തിൽ വിതരണം ചെയ്ത ചില സിനിമകൾ കാരണമാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയിൽ ഏർപ്പെട്ടത് എന്ന് നമുക്കറിയുള്ളതാണ്. ടോമിച്ചന്റെ പ്രസ്റ്റീജ് സിനിമ കൂടി പുലിമുരുകൻ എന്ന സിനിമയ്ക്കെതിരായി വന്ന ഈ ആരോപണത്തിൽ നിലവിൽ ടോമിച്ചന്റെ പ്രതികരണം എന്താണെന്നാണ് നാം അറിയാനായിട്ട് കാത്തിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്ക്.